ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജോസ്ന വ്ളോഗ്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തമ്പനയിൽ കണ്ടതുപോലെ നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഫ്രൈഡ് റൈസാണ് കേട്ടോ. ഇത് ചിക്കനും എഗ്ഗൊക്കെ കൂടിയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ്, ചൈനീസ് വിഭവമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, വായോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണ എന്ത് വേണം? റൈസ് വേണം. അപ്പോൾ റൈസ് എന്ന് പറയുന്നത് നമ്മൾ ബസുമതി റൈസാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമെല്ലാം പോക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് 3 പേർക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഞാൻ അളവ് എടുത്തത്. ചിക്കൻ ഫ്രൈഡ് റൈസിൽ ചിക്കൻ ഇല്ലാണ്ട് എന്ത് ആഘോഷം എന്ന് പറഞ്ഞ പോലെ നമ്മൾ 1 കിലോ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ബോണോട് കൂടിയിട്ടുള്ള ചിക്കനാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള. അധികരും ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് ഇതിന് യൂസ് ചെയ്യുക. കുഴപ്പമൊന്നുമില്ല. ഇത് നല്ലോണം വേവിച്ചിട്ട് നമ്മൾ ബോണെടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിനാവശ്യം 5 മുട്ട വേണം. പിന്നെ സ്പ്രിംഗ് ഒനിയൻ, ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ്, പിന്നെ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പാർട്ട് വേണം കേട്ടോ, അത് സെപ്പറേറ്റ് വെക്കണം. പിന്നെ ക്യാപ്സിക്കം വേണം, അതുപോലെ തന്നെ വെളുത്തുള്ളി വേണം. നമ്മുടെ ബസുമതി റൈസ് വേവാനായിട്ട് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ റൈസ് ഇതിലേക്ക് ഇടാം. ഇതിൽ വെച്ച് ഒരു ഹാഫ് വേവ് മാത്രം മതി കേട്ടോ. ഹാഫ് വേവിലും നമുക്ക് ഈ ഒരു അരി ഇങ്ങോട്ട് എടുത്ത് മാറ്റണം. അധികം വെന്ത് പോയാൽ ശരിയാവില്ല. ഫ്രൈഡ് റൈസ് അങ്ങനെ അധികം വേവാനൊന്നും പാടില്ല. ഒരു ഹാഫ് വേവ് മാത്രം മതി നമുക്ക് ഇതിൽ കേട്ടോ. നമ്മുടെ ബസുമതി റൈസ് അധികം വെന്ത് പോകാൻ പാടില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ റൈസ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ചൈനീസ് ഈ ഡിഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ സൺഫ്ലവർ ഓയിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ഒരു 3 പേർക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൈഡ് റൈസാണ്. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള അരിയും വെള്ളവും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് കണക്കായിട്ട് തന്നെ ഉപ്പും നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ബസുമതി റൈസ് നല്ലോണം ഒന്ന് വേവാൻ തുടങ്ങിയിട്ടുണ്ട് ഗേസ്. അധികം വേവാൻ വിടരുത്. അതിനു മുമ്പേ നമ്മൾ ഒരു അരിപ്പയിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. ആ വെള്ളമൊക്കെ ഒന്ന് പോകണം. എന്നിട്ട് അത് അപ്പം തന്നെ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അത്യാവശ്യം വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കുക്കറിലിട്ട് 3 വിസിലിന് അടിച്ചെടുക്കുക കേട്ടോ. 3 വിസിൽ മാത്രം മതി നമ്മുടെ ചിക്കൻ വേവാനായിട്ട്. അപ്പോൾ 3 വിസിലിനുള്ളിൽ നമുക്ക് ചിക്കൻ എടുക്കണം. അപ്പോൾ നമ്മൾ ഇതാണ് വെന്ത ചിക്കൻ. ഇനി നമ്മളത് പിച്ചിയിടണം. പിന്നെ അതിന് മുമ്പേ നമുക്ക് മുട്ട, അതായത് നമ്മൾ 5 മുട്ട എടുക്കുന്നുണ്ട്. ഇതിൽ മുട്ടയില്ലാണ്ട് എങ്ങനെയാണ് നമ്മൾ ഫ്രൈഡ് റൈസ്, എഗ്ഗും അതുപോലെ തന്നെ ചിക്കനും കൂടിയിട്ടുള്ള ഫ്രൈഡ് റൈസ് ആണല്ലോ. അപ്പോൾ നമുക്കിത് മുട്ട അത്യാവശ്യമാണ്. നമ്മളൊരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാലാണ് നമുക്ക് അതിൻ്റെ ഒരു ചൈനീസ് വിഭവത്തിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവും കേട്ടോ. ഇത് സാധാരണ കോക്കനട്ട് ഓയിലോ അതൊന്നും ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. ചൈനീസ് വിഭവമാണ്. അപ്പോൾ നമ്മളതിലേക്ക് 5 മുട്ട ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൽ കുരുമുളകും ഉപ്പും ഇട്ട് നല്ലോണം നമ്മൾ സ്ക്രാമ്പിൾ ചെയ്യുക കേട്ടോ. അടിയിൽ കരിഞ്ഞു പോകാതെ നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫൈനൽ ലുക്ക് ഇതാണ് മുട്ടയുടെ. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമായിട്ട് നമ്മൾ വലിയൊരു ചരുവാണ് ഞാൻ എടുത്തത് കേട്ടോ. നല്ല വിസ്താരത്തിന് നല്ലൊരു ചരുവ എടുത്ത് അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്ക് ആഡ് ചെയ്യണം കേട്ടോ. ഗാർലിക്കിൻ്റെ കൂടെ നമ്മുടെ സ്പ്രിംഗ് ഓനിയൻ്റെ ബോട്ടമിൽ, അതായത് താഴത്ത് വൈറ്റ് പാർട്ടുണ്ട്. ആ വൈറ്റ് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നു. അതും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് സ്ക്രാമ്പിൾ ചെയ്യുക. അതുപോലെ തന്നെ ക്യാരറ്റും ബീൻസും ആഡ് ചെയ്യുക. അതും കൂടെ അതിൻ്റെ കൂടെ ചേർന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ.
അത് ചെറുതായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ, അധികം വേവൊന്നും വേണ്ട. നമ്മുടെ ഈ ചൈനീസ് വിഭവങ്ങളൊന്നും കൂടുതൽ വെന്തിട്ടുള്ള നമ്മൾ കഴിക്കാറുള്ളത്, അതറിയാമല്ലോ എല്ലാവർക്കും. ഇത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഫ്രൈഡ് റൈസ്. നമ്മൾ ചൈനീസ് ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുന്ന രീതിയിലായിരിക്കണം ഉണ്ടാക്കേണ്ടത്. എല്ലാം കട്ട് ചെയ്ത് അടുത്തടുത്ത് തന്നെ വെക്കണം കേട്ടോ. പിന്നെ നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം ഈ ചൈനീസ് വിഭവങ്ങളെല്ലാം ഉണ്ടാക്കുക. ഏറ്റവും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് നമ്മുടെ ഈ ചിക്കൻ എഗ് ഫ്രൈഡ് റൈസ് കേട്ടോ. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും ഇതൊക്കെ കഴിക്കാൻ. പിന്നെ നമ്മളിതിലേക്ക് സോയാ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് നല്ലോണം ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മളിതിൽ ചെറുതായിട്ട് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് വേറൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഷുഗർ ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് ചിക്കൻ, നമ്മൾ പിച്ചിയ ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. അതെല്ലാം മസാലകളെല്ലാം നമ്മുടെ ചിക്കനിലും ആഡ് ആവണം. അതിനാണ് നല്ലോണം ഇളക്കാൻ വേണ്ടി പറയുന്നത്. പിന്നെ നമ്മളതിൽ ചില്ലി സോസ് ആഡ് ചെയ്യുന്നുണ്ട്. ചില്ലി സോസും കൂടി അതെല്ലാം ഇതിൻ്റെ ടേസ്റ്റിന് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം കേട്ടോ. ചില്ലി സോസ്, സോയാ സോസ് ഇതൊക്കെ. വേവിച്ച് വെച്ച നമ്മുടെ ബസുമതി റൈസ് അതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ ഈ ചിക്കനും എഗ്ഗും എല്ലാം കൂടെ നല്ലോണം കലരണം കേട്ടോ. കാരണം ഈ ഒരു വൈറ്റ് ഒരു കളറേ നമ്മുടെ ഫ്രൈഡ് റൈസിന് ഉണ്ടാവാൻ പാടില്ല. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണെങ്കിൽ ചിലപ്പോൾ വൈറ്റ് കളറൊക്കെയാണ്. ഇത് ഷെസ്വാൻ ഫ്രൈഡ് റൈസാണ് കേട്ടോ. അപ്പോൾ അതിന് കളറൊക്കെ ചേഞ്ച് ആവും. അപ്പോൾ ഈ കളറ് ചേഞ്ച് ആകുന്നത് വരെ നമ്മൾ ഇത് ഇളക്കണം. എല്ലാ സ്ഥലത്തും നമ്മളുടെ ഈ ഒരു മസാല പിടിക്കണം. ഇത് അധികം പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇത് ഏകദേശം ആയിട്ടില്ല എന്നാണ് അർത്ഥം കേട്ടോ. നമ്മുടെ ഹോട്ടലുകളിലൊക്കെ ഇത് ഇങ്ങനെ ആയിരിക്കില്ല. അവർ വേഗം വേഗം അവരുടെ ഒരു പാൻ ഉപയോഗിച്ചിട്ട് തട്ടിയിട്ടാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക. പിന്നെ ലാസ്റ്റ് നമ്മൾ നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പാർട്ട് ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എഗ് ചിക്കൻ ഫ്രൈഡ് റൈസ്. നമുക്കിതിൻ്റെ കൂടെ ചില്ലി ചിക്കൻ കൂടി കൂട്ടി കഴിക്കുന്നതായിരിക്കും ബെറ്റർ. ഇതിൻ്റെ വീഡിയോ, ചില്ലി ചിക്കൻ്റെ വീഡിയോ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ഡിഷും കൂടെ, അതായത് എഗ് ചിക്കൻ ഫ്രൈഡ് റൈസും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈസിയാണ്. പിന്നെ ഇത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം കേട്ടോ.